ബലാത്സംഗ കേസിൽ അറസ്റ്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിയിൽ ഹാജരാക്കാൻ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് രാഹുലിനെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിന് പരിഗണിക്കാൻ പോകുന്നു. കനത്ത സുരക്ഷയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം ഉടനീളമുണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. വളരെ സുസ്മേരവതനായി കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം രാഹുലിനായുള്ള കസ്റ്റഡി അപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിടയില്ല. മാവേലിക്കൽ ജയിലിൽ നിന്നും രാഹുലിനെ ഇറക്കിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഹനം തടയുന്ന കാഴ്ച നമ്മൾ കണ്ടു. നേരത്തെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്ന സമയത്തൊക്കെ വലിയ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രതിഷേധം അവിടെ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്നലെയാണ് ഈ പ്രൊഡക്ഷൻ വാറന്റ് അടക്കം അവിടെ നിന്ന് കിട്ടിയത്, പോലീസിന് കിട്ടിയത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ പോലീസ് ചോദിക്കാൻ പോകുന്നത്. കസ്റ്റഡി അപേക്ഷ അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റും എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പറയുന്ന അവിടെ ഈ പീഡനം നടന്ന പത്തനംതിട്ടയിലെ ഹോട്ടലിലടക്കം രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കണം എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങോട്ട് തെളിവെടുക്കേണ്ടതുകൊണ്ട് ഈ കേസിന്റെ ഭാഗമായി അതിനാണ് ഈ 5 ദിവസത്തെ കസ്റ്റഡി. വലിയ പ്രതിഷേധം യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇവിടങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന യുവമോർച്ചയുടെ പ്രതിഷേധമാണെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതിനടുത്ത് തന്നെ ഉണ്ട്. ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലും പുരോഗമിക്കുകയാണ്. ഈ പറയുന്ന അതിജീവിതർ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന മൊബൈലും ലാപ്ടോപ്പും ഒക്കെ കണ്ടെത്താനുണ്ട്. അതിനായി പാലക്കാടും രാഹുലും അടൂരും പാലക്കാടും ഒക്കെ എത്തിക്കണം. അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി ഈ ഡിജിറ്റൽ ഡിവൈസുകൾ ധാരാളമായി രാഹുൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് എന്നൊക്കെ നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് പറയുന്നത് നമ്മൾ കണ്ടു. അശ്വിൻ പാലാഴി വിവരങ്ങൾ ചേരുന്നു. അശ്വിൻ, ഇന്നലത്തെ അതേ കാഴ്ചയാണ്. ഇന്നലെ ഈ പറയുന്ന ഇന്നലെ മിനിഞ്ഞാന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ കണ്ട ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രതിഷേധം കോടതി പരിസരത്തും തുടരുകയാണ് അല്ലേ? കോടതി പരിസരത്ത് ഇപ്പോൾ നിലവിൽ കോടതിയിലേക്ക് എത്തിച്ചിട്ടില്ല ഹാഷ്മി. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി രാഹുലിനെ കയറ്റിയിരിക്കുകയാണ്. സ്വാഭാവികമായും കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു നടപടിക്രമമാണ് വൈദ്യപരിശോധന ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അതിനുശേഷം ഈ ആശുപത്രിയിലേക്ക് കയറ്റിയപ്പോഴും ഒക്കെ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു മറുപടി. പക്ഷേ ആശുപത്രിയിലേക്ക് കയറാൻ മുമ്പ് ഒന്നും പറയാനില്ല എന്ന ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കിയാണ് രാഹുൽ ഈ ആശുപത്രിക്ക് അകത്തേക്ക് കയറിയത്. വഴിനീളെ വലിയ പ്രതിഷേധങ്ങളുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം പല കേന്ദ്രങ്ങളിൽ രാഹുലിനെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അത് കോടതിക്ക്, അതായത് ജയിലിൽ നിന്ന് ഇറക്കിയപ്പോൾ വലിയ പ്രതിഷേധം ജയിലിന് മുന്നിലുണ്ടായിരുന്നു. രാഹുലിനെതിരെ കരിങ്കൊടി അടക്കം വീശിക്കൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ആ പ്രതിഷേധം താലൂക്ക് ആശുപത്രിയിൽ അടക്കം ഒരുപക്ഷെ രാഹുലിനെ തിരികെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ആശുപത്രിക്ക് മുന്നിലും അകത്തുമൊക്കെയായി തടിച്ചുകൂടിയിട്ടുണ്ട്. യുവമോർച്ച പ്രവർത്തകരും വഴിനീളെ പ്രതിഷേധവുമായുണ്ട്. ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലടക്കം ഈ പ്രതിഷേധവുമായുള്ള ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സന്നാഹം, കനത്ത പോലീസ് സുരക്ഷ രാഹുലിന്റെ വാഹന വ്യൂഹത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അമിത വേഗത്തിൽ തന്നെയാണ് കോടതിയിലേക്കുള്ള യാത്ര. ഈ കോൺവേ വാഹനത്തിന് സമീപത്ത് മറ്റു വാഹനങ്ങളെയൊന്നും അത്ര അടുപ്പിച്ച് വിടാതെയാണ്, ഈ അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ വാഹന വ്യൂഹം മുന്നോട്ട് പോയത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ മാത്രമാണ് ഈ തിരുവല്ല കോടതിയിലേക്കുള്ളത്. അവിടെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ടതുപോലെ പ്രതിഷേധക്കാരുടെ വലിയ എണ്ണം ആളുകൾ, യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി കോടതിക്ക് മുന്നിലുമുണ്ട്. എന്തായാലും രാഹുലിനെ കോടതിക്കുള്ളിലേക്ക് കയറ്റുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയിലേക്കും ഈ പോലീസ് വാഹനം അകത്തേക്ക് കയറ്റി കാഷ്വാലിറ്റിക്ക് തൊട്ടടുത്ത് എത്തിച്ച ശേഷമാണ് രാഹുലിനെ പുറത്തേക്ക് ഇറക്കിയത്. ഡോക്ടർ ആദ്യഘട്ടത്തിൽ വാഹനത്തിലെത്തി പരിശോധന നടത്താനുള്ള സാധ്യതകളൊക്കെ തേടിയിരുന്നു. പക്ഷേ അത് പ്രായോഗികമല്ലാത്തതിനാലാണ് പോലീസിന്റെ ആ നിർദ്ദേശം ആശുപത്രി അധികൃതർ സാധ്യമല്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് പിന്നീട് രാഹുലിനെ അകത്തേക്ക് കയറ്റിയുള്ള പരിശോധന നടത്തിയത്. ഈ വാഹനത്തിലാണ് രാഹുലുമായി കോടതിയിലേക്ക് പോവുക. ഇത് ഏത് സമയവും പുറത്തേക്ക് രാഹുലിനെ ഇറക്കിയാൽ ഉടനെ ഇവിടെ നിന്ന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.